ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 30 ചോദ്യങ്ങൾ, മനോഹരമായ ഒരു 30 ചോദ്യങ്ങൾ നമ്മൾ CSEBയുടെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ചേർത്തുകൊണ്ട് ഒരു 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും നമുക്ക് സമയം വേസ്റ്റ് ആക്കേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യ ചോദ്യം? എ ബോക്സ് ഹാസ് റുപ്പീസ് 1256 1256 രൂപ ഒരു ബോക്സിലുണ്ടെന്ന് പറയുന്നു. അതിനകത്ത് എന്താണ് 2 രൂപ കോയിൻ ഉണ്ട്, 5 രൂപ കോയിൻ ഉണ്ട് അല്ലേ, 2 ഉണ്ട്, 5 ഉണ്ട്, 10 രൂപ കോയിൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ, ദ കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ 6:9:10 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 5 രൂപ കോയിൻ എത്ര എണ്ണമുണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇമാതിരിയുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്യണമെന്നറിയാം. നമുക്ക് അവിടെ 2 രൂപയുണ്ട്, 5 രൂപയുണ്ട്, അതുപോലെ തന്നെ അടുത്തത് 10 രൂപയുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ എഴുതാം. നമുക്ക് 6:9:10 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കാം, എക്സും കൂടെ കൊടുക്കാം അല്ലേ. എക്സും കൂടെ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, ഇവിടെ നമുക്ക് 12x ആയി, ഇത് നമുക്ക് എന്താണ് 45x ആയി, ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 100x എന്നാവും അല്ലേ, 100x. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് മൊത്തം നമ്മുടെ കയ്യിൽ ബാഗിലുള്ള കാശ് നമുക്ക് കിട്ടുന്നത് 1256 എന്നാണ് ക്വസ്റ്റിന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും, 100, 145, 145, 10, 155, 155, 157, 157x ഈക്വൽ ടു 1256 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 1256 ഡിവൈഡ് ബൈ 157 ആണ് അല്ലേ. 157, 7 8 56, 8 ആയിരിക്കും. നോക്കാം, 8 ആയിരിക്കും. 8 വട്ടമാണ് 157 ഇൻറ്റു 8 നമുക്ക് ചെയ്ത് നോക്കാം. 7 56 6, ശിഷ്ടം 5, 8 5 40, 40, 45 4, 1 8 8 4 12. ഓക്കെ, ഒരു ശിഷ്ടം ഉണ്ടായിരുന്നു 1256. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് 8 നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഇനി എന്താണ് നമ്മുടെ ചോദ്യം, 9, നമുക്ക് 5 രൂപ കോയിൻ എത്ര എണ്ണം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 രൂപ കോയിൻ 9x ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ 9 ഇൻറ്റു 8 നമുക്ക് 72 എന്ന് പറയാം. 72 ഓപ്ഷൻ സി ആണ് ഇവിടെ ഉള്ളത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും നമ്മുടെ കോയിൻസിൻ്റെ എണ്ണവും ചേരുന്ന ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. ദ സം ഓഫ് 3 നമ്പേഴ്സ് ഈസ് 174. ദ റേഷ്യോ ഓഫ് ദ second number and the third number is 9:16 and the ratio of the first number to the third number is 1:4. the second number is dash എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇവിടെ ദ സം ഓഫ് 3 നമ്പേഴ്സ്, ഇവിടെ 3 നമ്പറിൻ്റെ സം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ആ ഒന്നാമത്തെ നമ്പറിനെ എ എന്നും, രണ്ടാമത്തെ നമ്പറിനെ ബി എന്നും, മൂന്നാമത്തെ നമ്പറിനെ നമുക്ക് സി എന്നും പറയാം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് സെക്കൻഡ് നമ്പർ ടു ദ തേർഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പറിൻ്റെയും തേർഡ് നമ്പറിൻ്റെയും റേഷ്യോ, അപ്പോൾ B:C എന്ന് പറയുന്നത് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് പറയാൻ പറ്റും. എത്രയെന്ന് പറയാം, 9:16 എന്ന് പറയാം. 9:16. ഇനി നോക്കൂ, ആൻഡ് ദ റേഷ്യോ ഓഫ് ദ ഫസ്റ്റ് നമ്പർ ടു ദ തേർഡ് നമ്പർ, ഒന്നാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും തമ്മിലുള്ള റേഷ്യോ, അതായത് A:C. അപ്പോൾ ആദ്യം B:C ആണ് നമുക്ക് 9:16 എന്ന് വന്നത്. അടുത്തത് A:C എന്ന് പറയുന്നത് 1:4 എന്ന് എഴുതാം. ഇനി എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടിയത് ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. എന്താണ് സെക്കൻഡ് നമ്പർ, ബി എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് അറിയണമെങ്കിൽ അവിടെ B:C-യുമുണ്ട്, A:C-യുമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഈ റേഷ്യോസിനെ കമ്പൈൻ ചെയ്ത് A:B:C, അതായത് ആ 3 നമ്പേഴ്സിൻ്റെയും റേഷ്യോ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ B:C എന്ന് പറയുന്ന റേഷ്യോയെ
തിരിച്ച് C/B എന്നാക്കി മാറ്റാം. C/B എന്നാക്കി മാറ്റുമ്പോൾ എന്തായിട്ട് മാറും നമുക്ക് നോക്കാം. അത് 16:9 എന്ന് പറയാം. ഇനി ഈ റേഷ്യോസിനെ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? അവിടെ A/C/B എന്ന് പറയാം. A/C/B. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് റേഷ്യോ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം അറിയാവുന്നത് C/B ആണ്. അത് 16:9 എന്നെഴുതി 9 എന്നെഴുതി 16:9. C/B എന്ന് പറയുന്നത് 16:9. ഞാൻ അവിടെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. ഇനി എനിക്ക് അറിയാവുന്നത് A/C ആണ്. A/C എന്ന് പറയുന്നത് 1:4 എന്നാണ്. അപ്പം ഞാൻ എന്ത് എഴുതി? 1:4 എന്ന് എഴുതി അല്ലേ, അടുത്ത റേഷ്യോ. അപ്പം ഇവിടെ നമുക്കൊരു നമ്പർ എഴുതണം, ഇവിടെ നമുക്കൊരു നമ്പർ എഴുതണം. ഇവിടെ എനിക്ക് എത്രയെന്ന് എഴുതാൻ പറ്റും? ഇവിടെ എനിക്ക് 4 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എനിക്ക് എത്രയെന്ന് എഴുതാം? 16 എന്നാണ് ഞാൻ എഴുതുന്നത്. ഇതിനടുത്തുള്ള നമ്പർ തന്നെയാണ് എഴുതുന്നത് അല്ലേ. ഇനി നമുക്ക് കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റും. ആരെയാണ്? ഈ 4നെയും 16നെയും വെട്ടുമ്പോൾ ഇവിടെ 4 എന്ന് വരും. അപ്പോൾ 4:16:9 എന്നാണ് വരുന്നത്. 4:16:9. അപ്പോൾ മൊത്തം നമ്പർ എത്രയായിരിക്കും? 29 അല്ലേ. 4, 16, 9. നമുക്ക് അതിൻ്റെ സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 29 യൂണിറ്റ് എന്ന് പറയുന്നത് 174 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 29 യൂണിറ്റ് 174 ആണെങ്കിൽ 29നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? യെസ്, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 174 വരുന്നത് അല്ലേ. 120 9 6 54 കറക്റ്റാണ്. 174. ഒരു യൂണിറ്റ് 6 ആണ് എന്ന് പറയാം 29. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് 6 ആണ് എങ്കിൽ എന്താ നമ്മുടെ ചോദ്യം? ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. ആരാണ് സെക്കൻഡ് നമ്പർ? സെക്കൻഡ് നമ്പർ ബി ആണ്. ബി ആരാണ്? ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 9 ആണ്. നോക്കൂ, ഇവിടെയാണ് ബി കിടക്കുന്നത്. ബിയുടെ റേഷ്യോ 9 ആണ്. അപ്പോൾ 9 × 6 = 54 എന്നാണ് ആൻസർ വരേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 54 ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ വേഗത്തിലാണ് നമ്മൾ ഇന്ന് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിട്ട് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ടോപ്പിക്കുകൾ അല്ലാതെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വേഗത്തിൽ പോകുന്നത്. നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നതാണ്. ശരി, അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻട്രൊഡ്യൂസിങ് എ മാൻ എ വുമൺ സെഡ്. നോക്ക്, ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വുമൺ പറയുകയാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന മാൻ ആണെന്ന് വിചാരിച്ചോ, ആ പറയുന്ന വുമൺ എന്ന് പറയുന്നത് ബി ആണെന്ന് വിചാരിച്ചോ. ബി എന്ന് പറയുന്ന വുമൺ പറയാണ് ഹിസ് വൈഫ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈസ് ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. അതായത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആരാണോ ആ വൈഫ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ, അതായത് ബിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. ബിയുടെ അച്ഛൻ സി ആണെങ്കിൽ സിയുടെ മകളാണ്. ഒരേ ഒരു മകളെന്ന് പറയുന്നത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ ആരായിരിക്കും? ബിയുടെ ഹസ്ബൻഡ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റി. എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കൂ. വീണ്ടും നമുക്ക് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. എ ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറയുന്നു. എ ഈസ് ദ സൺ ഓഫ് ബി. സി ബീസ് സിസ്റ്റർ, സി എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണെന്ന് പറയുന്നു. ഹാസ് എ സൺ ഡി ആൻഡ് എ ഡോട്ടർ ഇ എന്ന് പറയുന്നു. എഫ് ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് ഡി എന്ന് പറയുന്നു. ഓക്കെ, ഹൗ മെനി നെഫ്യൂസ് ഡസ് എഫ് ഹാവ്? എഫിന് എത്ര നെഫ്യൂസ് ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, എത്ര എണ്ണം വരും? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2 നെഫ്യൂസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. 12 men can complete a project in 15 days and 10 women can complete the same project in 24 days എന്ന് പറയുന്നു. അപ്പോൾ മെന്നും വുമണും ചെയ്യുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ വർക്ക് ആൻഡ് ടൈം പഠിച്ചപ്പോഴത്തേക്ക് വർക്ക് ആൻഡ് ടൈമിൻ്റെ 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? 12 men can complete a project. 12 men can complete a project in 15 days. അപ്പം ഈ 12 മെന്നിനെ നമ്മൾ 15 days കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവരുടെ വർക്ക് കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, ഇതേ വർക്ക് തന്നെ 10 വുമൺ, 10 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു? എത്രയാണ്? 12 വുമൺ സെയിം വർക്ക് 24 days കൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. 24 days കൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ, അതായത് മെന്നിൻ്റെ വുമൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 15 120 60 180 കേട്ടോ.
180 men ഈക്വൽ ടു 240 വുമൺ എന്ന് വരും. ഇനി മെൻ ബൈ വുമൺ എടുക്കാം. മെൻ ബൈ വുമൺ ആകുമ്പോൾ 240 ഡിവൈഡ് ബൈ 180, 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് 3, 4/3 എന്ന് കിട്ടും. എന്തിൻ്റെ റേഷ്യോ ആണ്? മെൻ ബൈ വുമൺ. മെന്നിൻ്റെയും വുമണിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോയാണ് 4/3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഇതിനകത്ത് വാല്യൂസ് കൊണ്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ എഫിഷ്യൻസി കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ ചെയ്താലും ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ 180 ഇൻറ്റു മെൻ്റെ എഫിഷ്യൻസി 4 ആണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18 × 4 36 72 720 ആണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക്. 720 ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? അപ്പോൾ അത്രയും കഴിഞ്ഞു. 9 men start working and 6 days they are replaced by 12 women. അപ്പോൾ 9 men 6 ദിവസം വർക്ക് ചെയ്തു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ 9 men 6 day വർക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ചെയ്ത വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 9 ഇൻറ്റു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? 4. അപ്പോൾ ഇൻറ്റു 4 ഇൻറ്റു 6. അപ്പോൾ ഇത്രയും വർക്ക് ആര് ചെയ്തു കഴിഞ്ഞു? ഈ 9 men 6 ദിവസം കൊണ്ട് ചെയ്യും. 9 × 4 × 6 ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 9 × 36 216 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആര്? ഈ മെന്ന് എന്ത് ചെയ്തു? 216 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. മൊത്തം 702 വർക്ക് ഉണ്ടായിരുന്നു. 720 വർക്ക് ഉണ്ടായിരുന്നു മൊത്തം 720 വർക്ക്. അതിൽ 216 വർക്ക് മെൻ എത്ര ദിവസം കൊണ്ട്? 9 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് എത്ര കിട്ടും? ബാക്കി 504 അല്ലേ? 504 വർക്ക് വരും. ഈ 504 വർക്ക് ചെയ്തിരിക്കുന്ന ആരാണ്? 12 വുമൺ ആണ്. എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 504 വർക്ക് 12 വുമൺ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3 ആണ്. 3 എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു? അത് എക്സ്. ഓക്കെ, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഡേ കിട്ടും. എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കാം. നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വട്ടം, ബാക്കി ഇവിടെ 2 20 ആണ്. 20 ആകുമ്പോൾ 6 വരും. വീണ്ടും 18 24 ആണ്. 8 വരും. 168 ആണ് വരുന്നത്. ഇനി 168നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8ഉം 4ഉം വരും. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6 ആണ് വരുന്നത്. വീണ്ടും നമുക്കിതിനെ 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വട്ടം, ഓക്കെ, 24. 24നകത്ത് 6 4 14 എന്നാണ് വരുന്നത്. 14. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 14 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ 12 വുമൺ ആ ബാലൻസ് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ടോട്ടൽ എത്ര ദിവസം എടുത്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 14 ഡേയ്സ് എടുത്തു. എന്നാൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വിമൺ എത്ര ദിവസം എടുത്തു? 14 ദിവസം എടുത്തു. മെൻ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? 6 ഡേയ്സ് വർക്ക് ചെയ്തു. അങ്ങനെ എന്താണ്? 14 + 6 = 20 ഡേയ്സ് എന്ന് പറയാം. ടോട്ടൽ എത്ര ദിവസം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? നമുക്കവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ 20 ഡേയ്സ് എന്ന് പറയാമായിരുന്നു. പക്ഷേ റിമൈനിങ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 14 ഡേയ്സ് കൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 20 people working 4 hours a day can repair a bridge in 30 days. അപ്പോൾ നോക്കൂ, 20 പീപ്പിൾ ഒരു ദിവസം എത്രയാണ്? 4 മണിക്കൂർ വെച്ച് 30 ഡേയ്സ് കൊണ്ട് ഒരു ബ്രിഡ്ജിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇഫ് 15 people work 5 hours per day, in how many days will be work completed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ 15 ആൾക്കാർ അല്ലേ? 15 പീപ്പിൾ ഒരു ദിവസം 5 മണിക്കൂർ വെച്ച് എത്ര ഡേ കൊണ്ട് ഈ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അതായത് ആദ്യത്തെ ഗ്രൂപ്പ് ചെയ്യുന്ന വർക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ചെയ്യുന്ന വർക്കും വർക്ക് സെയിം ആണ്. വർക്ക് സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്ത് വെക്കാം അല്ലേ? ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും, അല്ലാതെ നമുക്ക് വെട്ടാം. 15ഉം 13 കിട്ടുമ്പോൾ നമുക്കിവിടെ 22 എന്ന് വരും. ഈ 5ഉം ഇതും കൂടെ കിട്ടുമ്പോൾ നമുക്കിവിടെ 4 എന്ന് വരും. ഇനി ആൻസർ 4 ×
4 ഇൻറ്റു 2 ഈക്വൽ ടു ആണ് എക്സ് എന്ന് പറയുന്നത്. 4 ഇൻറ്റു 4 എന്താണ് 16. 16 ഇൻറ്റു 2 നമുക്ക് 32. ഓപ്ഷൻ ഏതാണ്? 32 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിൻ്റെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റി. ഓപ്ഷൻ ബി ആണ്, 32 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 6 friends are sitting in a circle. ഒരു മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 ഫ്രണ്ട്സ് ഉണ്ട്, ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ ഫേസിങ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ 6 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സർക്കിളായി. ഇതിനകത്ത് 6 ഫ്രണ്ട്സിൻ്റെ 6 സീറ്റിംഗ് പൊസിഷൻസ് ഒന്ന് വരയ്ക്കണം കേട്ടോ. 6 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുമ്പോൾ 6ന്റെ സീറ്റിംഗ് പൊസിഷൻ ഒന്ന് വരച്ചു. ഓക്കെ, ഇനി എന്താണ്, ലക്ഷ്മി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ മീര ആൻഡ് ദീപ. മീരയ്ക്കും ദീപയ്ക്കും ഇടയിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് മീര, ഇത് ദീപ, ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി ഇരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്, പ്രീതി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ രാകേഷ് ആൻഡ് വിഘ്നേഷ്. പ്രീതി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ രാകേഷ് ആൻഡ് വിഘ്നേഷ്. അപ്പോൾ ഇവിടെ രാകേഷിനെയും വിഘ്നേഷിനെയും പ്രീതി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെൻറ്റൻസ് അങ്ങ് വിട്ടിട്ട് നമുക്ക് അടുത്ത സെൻറ്റൻസ് വായിക്കാം. മീര ആൻഡ് രാകേഷ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. കണ്ടോ, അപ്പോൾ രാകേഷിനെ കിട്ടിയേ, മീരയുടെ ഓപ്പോസിറ്റ് ആണ് ആര്, രാകേഷ്. ഇനി നമുക്ക് മറ്റത് നോക്കാം. എന്താണ്, പ്രീതി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ രാകേഷ് ആൻഡ് വിഘ്നേഷ്. രാകേഷിനും വിഘ്നേഷിനും ഇടയിലാണ് പ്രീതി ഉള്ളത് എന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈച്ച് അതർ. ഹൂ ആർ ദ നെയ്ബേഴ്സ് ഓഫ് രാകേഷ്. രാകേഷിൻ്റെ നെയ്ബർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രാകേഷ്. രാകേഷിൻ്റെ നെയ്ബർ ഒന്ന് പ്രീതിയും ഒന്ന് ആരായിരുന്നു, ഡി എന്ന് പറയുന്ന ആരായിരുന്നു, ദീപ. ഓക്കെ, പ്രീതിക്കും ദീപയ്ക്കും ഇടയിലാണ് ആര് താമസിക്കുന്നത്, രാകേഷ് താമസിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ വരേണ്ടത് പ്രീതി ആൻഡ് ദീപ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെയും ആൻസർ എടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ഇൻ എ റോ ഓഫ് ബോയ്സ് ഇഫ് എ ഹൂ ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ ഒരു റോയിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റും റൈറ്റും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇതാണ് മൊത്തം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ടോട്ടൽ ഇതിൽ ഒരെണ്ണത്തിനെ നമ്മൾ ലെഫ്റ്റ് എന്നും ഒരെണ്ണത്തിനെ നമ്മൾ റൈറ്റ് എന്നും പ്ലേസ് ചെയ്യുന്നു. ഒരെണ്ണത്തിനെ നമ്മൾ ലെഫ്റ്റ് എന്നും ഒരെണ്ണത്തിനെ നമ്മൾ റൈറ്റ് എന്നും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഹൂ ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ്. എന്താണ്, ഹൂ ഈസ് 10th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും ആ 10ാമത്തെ പൊസിഷനിലാണ്, ഇവിടെയാണ് ആരിയ്ക്കുന്നത്, എ ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്, അടുത്ത പറയുന്നത് എന്താണ്, ബി ഈസ് ഹൂസ് 9th ഫ്രം ദ റൈറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും എത്രാമത്തെ പൊസിഷനിൽ, 9ാമത്തെ പൊസിഷൻ. അപ്പോൾ ഇത് 10th പൊസിഷൻ ആണ് എന്നറിയാം. ഇത് 9ാമത്തെ പൊസിഷനിൽ ആരിയ്ക്കുന്നു, ബി ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇനി എന്താണ്, റൈറ്റ് ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻസ്. അവരുടെ പൊസിഷൻസ് എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു. പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ബി നേരെ തൂങ്ങി വന്ന് ഇവിടെ വന്നായി. ഓക്കെ, ഇവിടെ ഇരുന്ന എ എന്ത് ചെയ്തു, നേരെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ പൊസിഷൻസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. ഇപ്പോൾ നോക്കൂ, എ റൈറ്റ് സൈഡിൽ നിന്നും എവിടെയായി പോയി, റൈറ്റ് സൈഡിൽ നിന്നും 9ാമത്തെ പൊസിഷനിൽ ആയിരിക്കുന്നു, എ ഇരിക്കുന്നു. അടുത്ത ബി ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നും 10ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി നോക്കാം വീണ്ടും അടുത്ത സെൻസ്, എ ബിക്കം 15th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ആള് ലെഫ്റ്റ് സൈഡിൽ നിന്നും 15ാമത്തെ പൊസിഷനിലാണ് എന്ന് പറയുന്നു. ഇനി നമുക്ക് എന്ത് പറയാം, എ 15ാമത്തെ പൊസിഷനിലാണ്, ഇടതുവശത്ത് നിന്നും 15ാമത്തെ പൊസിഷനിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 9ാമത്തെ പൊസിഷനിലും ആരെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, എയിനെ കുറിച്ചാണ്. അപ്പോൾ ഈ 15ലും എ ഉണ്ട്, 9ലും എ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കണ്ടുപിടിക്കാൻ 15 + 9
അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്ത് കൊടുക്കണം? 1. അതെന്ന് വെച്ചാൽ ഇതിനകത്തും എ ഉണ്ട്, ഇതിനകത്തും എ ഉണ്ട്. എ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 15, 29, 24, 23, 23 എന്ന് ആൻസർ വരുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, രവി ട്രാവൽസ് 20 മീറ്റർ ഈസ്റ്റ് ഫ്രം എ പ്ലേസ്, then turn left and travels 15 meter. അപ്പോൾ രവി ട്രാവൽ ചെയ്തു, എന്താണ് 20 മീറ്റർ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് എന്ത് വേണമെന്ന് നമുക്കറിയാം, ഡയറക്ഷൻ വേണമെന്ന് അറിയാം. NSV അല്ലേ? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രവി ട്രാവൽസ് 20 മീറ്റർ ഈസ്റ്റ് ഫ്രം എ പ്ലേസ് അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും ഈസ്റ്റിലേക്ക് 20 കിലോമീറ്റർ ആര് ട്രാവൽ ചെയ്തു? രവി ട്രാവൽ ചെയ്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് ട്രാവൽസ് 15 മീറ്റർ. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് 15 മീറ്റർ. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 15 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി എന്താ പറയുന്നത്? ദെൻ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽസ് എന്ത് ചെയ്തു? 10 മീറ്റർ. അപ്പോൾ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. ആൻഡ് ടേൺ റൈറ്റ് അഗെയിൻ ട്രാവൽ 15 മീറ്റർ. വീണ്ടും എന്ത് ചെയ്തു? ഒരു 15 മീറ്റർ വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു 15 മീറ്റർ കൂടി ട്രാവൽ ചെയ്തു. 15 മീറ്റർ കൂടി ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. ബട്ട് ഹൗ ഫാർ രവി നൗ ഫ്രം വേർ ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി? അപ്പോൾ രവി എവിടെ നിന്നാണോ അദ്ദേഹത്തിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ അയാൾ ഇപ്പോൾ നിൽക്കുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്താടാ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് 20 ആണെന്നറിയാം, ബാക്കി നമുക്ക് 10 ആണെന്നറിയാം. അപ്പോൾ 20 + 10 നമുക്ക് 30. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം? എ മാൻ സ്റ്റാർട്ട് ഫ്രം ഹിസ് ഹൗസ് ആൻഡ് വാക്ക്ഡ് സ്ട്രെയിറ്റ് ഫോർ 10 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ വീണ്ടും നമുക്ക് ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ എടുക്കാം. NSV, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, എന്താണ്? എ മാൻ സ്റ്റാർട്ട് ഫ്രം ഹിസ് ജേണി ഹിസ് ഹൗസ് ആൻഡ് വാക്ക്ഡ് സ്ട്രെയിറ്റ് ഫോർ 10 മീറ്റർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് ടേൺഡ് ലെഫ്റ്റ് വാക്ക്ഡ് ഫോർ 25 മീറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം എങ്ങോട്ട് പോയി എന്ന് പറയുന്നു? വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു. എവിടെയാണ്? നേരെ പോകുന്നു. ടുവേർഡ്സ് നോർത്ത്, നോർത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പറയാം നോർത്തിലേക്ക് പോകുന്നു. നോർത്തിലേക്ക് എത്ര മീറ്റർ പോയി? 10 മീറ്റർ പോയി എന്ന് പറയുന്നു. 10 മീറ്റർ പോട്ടെ. 10 ആൻഡ് 10 ലെഫ്റ്റ് എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ ട്രാവൽ ചെയ്തു. 25 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺഡ് റൈറ്റ്. വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്തു? 5 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു. റൈറ്റ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് വരും. 5 മീറ്റർ എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. എഗെയിൻ ടേൺ റൈറ്റ്. വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ കൂടി ട്രാവൽ ചെയ്യുന്നു. 25 മീറ്റർ കൂടി ട്രാവൽ ചെയ്യുന്നു. വിച്ച് ഡയറക്ഷൻ ഹീസ് ഫേസിങ് നൗ? ഇപ്പോൾ അദ്ദേഹം ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അയാളുടെ നോട്ടം ഈ ആരോ മാർക്ക് അങ്ങോട്ടാണ്. അങ്ങോട്ടാണെങ്കിൽ ഏതായിരിക്കും? അത് ഈസ്റ്റ് ആണ്. ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും നമുക്കൊരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 128 ഒരു ചോദ്യചിഹ്നം, 82, 62, 44, 28. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഡിഫറൻസിലൊന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് 82ഉം അതുപോലെ 62ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ 20 ആണ്. 62, 44 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 18 ആണ്. ഇത് നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ 16 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 20, 18, 16 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഈ നമ്പറും ഇത് തമ്മിലുള്ള ഡിഫറൻസ് 22 ആയിരിക്കും അല്ലേ? 22 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 82നോട് 22 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 104 എന്ന് കിട്ടും. 104 ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ നെക്സ്റ്റ് നമ്പർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 15, 23 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 8 കൂടണം. ഓക്കെ, അപ്പോൾ ആദ്യം 8 ആണ് കൂടിയിരിക്കുന്നത്.
23 50 ആവണമെങ്കിൽ 27 കൂടണം, 27 കൂടിയിരിക്കുന്നു. 50 114 ആകണമെങ്കിൽ അവിടെ 64 കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്, 3ൻ്റെ ക്യൂബാണ്, 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? 5ൻ്റെ ക്യൂബ് കൂടണം. 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125. 125 കൂടണം. അപ്പോൾ 114നോട് 125 കൂടി എത്രയാണ്? 9. യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 239. ഓപ്ഷൻ ഏതാണ്? എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വീണ്ടും നമുക്ക് നല്ലൊരു റിലേഷനുള്ളൊരു ചോദ്യമാണ്. 35 + 48 60. ഒരിക്കലും 35 48 കൊണ്ട് കൂട്ടുമ്പോൾ 60 അല്ല. അപ്പോൾ അവിടെ വേറെ എന്തോ ഒരു റിലേഷനാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. 23 അല്ലേ. അപ്പോൾ നമുക്ക് ഡിജിറ്റ് സം എന്ന് എടുത്ത് നോക്കാം. ഇതിന് മുമ്പ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. 3 + 5 + 4 + 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. 5 3 8, 8 4 12, 12 8 20 ആണ്. 20. പക്ഷേ അവർ എഴുതിയിരിക്കുന്നത് 60. പക്ഷേ 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 60 വരും. അപ്പോൾ റിലേഷൻ ഓക്കെ ആണ്, സെറ്റാണ്. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാടാ. 2 + 3 + 3 + 4 സമയം എത്രയാണ്? 4 3 7 7 കൊണ്ട് 10 10 12. 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 അല്ലേ? കറക്റ്റ്. സെയിം സാധനമാണ് അവിടെ പോയിരിക്കുന്നത്. ഒരേ റിലേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. എന്താണ്? 1 + 4 + 2 + 1 ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 4 3 7 7 1 8 8 8 × 3. ആൻസർ നമുക്ക് എന്ത് പറയണം? 24 ആണ് വരേണ്ടത്. 24 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 24 ആണ് അല്ലേ. ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്ലൂ ഈസ് കോൾഡ് ഗ്രീൻ. അപ്പോൾ ബ്ലൂവിനെ നമ്മൾ ഗ്രീൻ എന്നാണ് പറയുന്നത്. ഗ്രീൻ ഈസ് കോൾഡ് വൈറ്റ്. ഗ്രീനിനെ നമ്മൾ വൈറ്റ് എന്നാണ് ഇനി വിളിക്കാൻ പോകുന്നത്. വൈറ്റ് ഈസ് കോൾഡ് റെഡ്. വൈറ്റിനെ നമ്മൾ ഇനി എന്താ പറയാൻ വേണ്ടി പോകുന്നത്? റെഡ് എന്ന് പറയുന്നു. റെഡ് ഈസ് കോൾഡ് യെല്ലോ. റെഡിനെ നമ്മൾ യെല്ലോ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ കളർ ഓഫ് ബ്ലഡ്? ബ്ലഡിൻ്റെ കളർ എന്തുവാ? ബ്ലഡിൻ്റെ കളർ റെഡ്. റെഡിനെ നമ്മൾ എന്തുവാ വിളിക്കുന്നത്? റെഡിനെ നമ്മൾ വിളിക്കുന്നത് യെല്ലോ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. യെല്ലോ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡൺ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വീണ്ടും നമുക്കൊരു ബോർഡ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. നോക്കൂ, ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം. ബ്രാക്കറ്റിനകത്താണെങ്കിലും നമ്മൾ എന്ത് തന്നെ ചെയ്യും? ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ. ആ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. 10 / 5 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് വരും. ഇനി ഈ 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് വരും. 20 + 2 നമുക്ക് ചെയ്യുമ്പോൾ 22. അപ്പോൾ നോക്കൂ, ശരിക്കും നമ്മൾ ഇത്രയും കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 22 എന്നാണ് വരുന്നത്. ഇനി നോക്കൂ, 10 - 22 ആണ്. അടുത്ത് നോക്കിയേ. അടുത്ത ഞാൻ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് നമ്മളിത് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് 10 - 22. ഈ 10 - 22 നോക്കൂ. 10 - 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? -12 ആയിരിക്കും അല്ലേ. വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സെറ്റ് കഴിഞ്ഞു. ഇത്രയും സെറ്റ് ആയപ്പോൾ തന്നെ എന്തായി മാറി? അത് -12 ആയിട്ട് മാറി. ഇനിയുള്ളത് 10 പിന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു 10 ഉണ്ട്, മൈനസ് ഉണ്ട്. സെറ്റ് ബ്രാക്കറ്റിനകത്താണ് എന്ത് കിടക്കുന്നത്? നമ്മൾക്ക് ഈ പറയുന്ന -12 കിടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താവും? 10 - 10 ഇതെന്താവും? 10 + 12 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 10 - ഇതെന്തായി? 22 ആയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. -12 എന്ന ആൻസർ വരണം. -12 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബോർഡ് മാത്സ് റൂളിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യണം? നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ആൻസർ -12 തന്നെയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് പ്ലസ് മീൻസ് ഡിവിഷൻ. അപ്പോൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്യണം? അതിനെ അങ്ങ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ചോദ്യത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് മീൻസ് ഡിവിഷൻ. പ്ലസ് കണ്ടാൽ അവിടെ എന്ത് കൊടുക്കണം? അവിടെ നമ്മൾ ഡിവിഷൻ. ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ, 2 സ്ഥലത്തുണ്ട് അല്ലേ. 2 സ്ഥലത്ത് നമ്മൾ ഡിവിഷൻ ഇട്ടു അല്ലേ.
അടുത്തത് മൈനസ് മീൻസ് ഇൻറ്റു ഒറ്റ മൈനസേ ഉള്ളൂ, അവിടെ ഞാൻ എന്ത് കൊടുത്തു, ഇൻറ്റു കൊടുത്തു. ഇനി ഡിവിഷൻ മീൻസ് പ്ലസ്, ഡിവിഷൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, പ്ലസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മൾ പ്ലസ് ഇട്ടു. ആൻഡ് ഇൻറ്റു മീൻസ് മൈനസ് കണ്ടോ, സിമ്പിൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ പ്ലേസ് ചെയ്തു. ഇനി നോക്കിയേ, 63 മൈനസ് 24 ഡിവിഷൻ 8 പ്ലസ് 4 ഡിവിഷൻ 2 ഇൻറ്റു 3 കണ്ടോ, നമ്മൾ ആ സിമ്പിൾ മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 4 ഡിവിഷൻ ആദ്യം നമുക്ക് -24 ഡിവിഷൻ, അവിടെ നമുക്ക് 24/8 ആണ്, നമുക്ക് 3 എന്ന് വരും. പക്ഷേ ഇവിടെ നെഗറ്റീവ് സിമ്പിൾ കിടക്കുന്നത് കൊണ്ട് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും എന്ന് നമുക്ക് പറയാം. അവിടെ -63 -3 ആയിട്ട് മാറും. ഈ 4 ഇതാകുമ്പോൾ നമുക്ക് അവിടെ 2 ആയിട്ട് മാറും, ഇൻറ്റു 3 ആണ്. ഇനി അടുത്ത ചെയ്യേണ്ടത് 63 - 3, ഇത് നമുക്ക് ചെയ്യുമ്പോൾ 6 ആയിട്ട് മാറും. അപ്പോൾ 63 - 3 + 6 എന്ത് കിട്ടും, 69 നിന്ന് 3 പോകുന്നു, 66 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്, സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 66 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിനെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. A 25 meter long train travels 90 km/h and it is moving faster. How much time will this train take to cross a bridge of 275 meter long? ഇവിടെ ഒരു പാലം ഒരു പാലത്തിനെയോ അല്ലെങ്കിൽ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയോ മറ്റൊരു ട്രെയിനിനെയോ ഒക്കെ വേറൊരു ട്രെയിൻ മറികടക്കണമെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ലെങ്തുകൾ പരസ്പരം കൂട്ടണം, രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും ഡിസ്റ്റൻസ് ആണ് അവിടെ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ആക്ച്വലി എന്തുവാണ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു 125 + 275 ആണ്. രണ്ടും കൂടെ കൂട്ടണം 300 400 400 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് നോക്കൂ, അത് 90 km/h ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. 400/90. ഇത് ഇങ്ങനെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, ഇത് മീറ്ററും ഇത് km/h. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് km/hനെ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 5 കൊടുത്തു, ഇതിൻ്റെ മുകളിൽ നമ്മൾ 18 കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഈ 0 ക്യാൻസൽ ചെയ്യാം. ഇതും കൂടെ കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് 2 വരും. ഇനി 5 ഇതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് 8 എന്ന് വരും. 8 × 2 ആൻസർ 16. 16 ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്, സി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കാനായിട്ട് പറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അവിടുത്തെ ആൻസർ എന്ത് തന്നെയാണ്, 16 തന്നെയാണ്. അടുത്ത് നോക്കിയേ, ദ സം ഓഫ് ഏജ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ബോത്ത് ചിൽഡ്രൻ ആൻഡ് പാരൻസ് ഈസ് 324. ദ ടോട്ടൽ ഏജ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പാരൻസ്. ഇപ്പോൾ നോക്കൂ, ചിൽഡ്രൻ്റെയും പാരൻസിൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ചിൽഡ്രൻ്റെയും പാരൻസിൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. ഇത് ലോജിക്കലി മിസ്റ്റേക്കാണ് അല്ലേ. പാരൻസിന് 1 വയസ്സും ചിൽഡ്രൻസിന് 2 വയസ്സും ഒരിക്കലും വരില്ല. അപ്പോൾ ഇതിപ്പോൾ ചോദ്യം ഉണ്ടാക്കിയ ആളിന് ലോജിക്കലി ഉള്ളൊരു മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇവിടെ പാരൻസിന് 1 വയസ്സും ചിൽഡ്രൻസിന് 2 വയസ്സും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഏജ് ഓഫ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആർ ഇൻ ദ റേഷ്യോ. ആൻഡ് ദ ഏജ് ഓഫ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആർ ഇൻ ദ റേഷ്യോ. വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. 4:5 ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് ഹസ്ബൻഡ്? ഇപ്പോൾ നമുക്ക് മൊത്തം ഏജ് നമുക്കറിയാം 324. അപ്പോൾ നമുക്ക് 324 എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. ചിൽഡ്രൻ്റെയും പാരൻറ്റിൻ്റെയും ഏജ് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഏജ് കിട്ടും. അതായത് 3 യൂണിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന 324. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം, 324നെ എത്ര കൊണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 വട്ടം 0 8 108.
നമുക്ക് 108 എന്ന് കിട്ടും 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റാണ് പാരൻസിൻ്റെ ഏജിൻ്റെ സമ്മ്. പാരൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അവിടെ ഹസ്ബൻഡും വൈഫും വരും. അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഏജിൻ്റെ സമ്മെന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? 108 ആണ്. ഇനി നമുക്ക് നോക്കാം, അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും റേഷ്യോ നമുക്ക് 4:5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഏജിൻ്റെ സമ്മ് 108 ആണ് എന്ന് പറയുന്നു. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 9 യൂണിറ്റ് ആണ്. 9 യൂണിറ്റ് 108 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വൈഫ് കണ്ടുപിടിക്കണമെങ്കിൽ 5 × 12 60 വയസ്സാണ് ഹസ്ബൻഡിനെന്നും, അപ്പോൾ അടുത്തത് വൈഫിൻ്റെ വയസ്സാണ് കണ്ടുപിടിക്കണമെങ്കിൽ 4 × 12 48 ആണ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വയസ്സാണ് ആവശ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവറേജ് മാർക്ക് ഓഫ് 125 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 485. 125 കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് 485 ആണ് എന്ന് പറയുന്നു. ഓക്കെ, ആവറേജ് മാർക്ക്, അതായത് 125 കുട്ടികളുടെ ആവറേജ് മാർക്ക് 485 ആണ്. ഇഫ് വൺ മോർ സ്റ്റുഡൻറ്റ് ജോയിൻ ദ ഗ്രൂപ്പ് ദ ആവറേജ് ചേഞ്ച് ഇൻറ്റു 484. വൺ മോർ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റ് വന്നു 126 മാറി, ഒരു സ്റ്റുഡൻറ്റ് കൂടി വന്നു. അപ്പോൾ ആവറേജ് എന്ത് ചെയ്തു? 484 എന്ന് പറയുന്നു. വാട്ട് ഈസ് എ മാർക്ക് ഓഫ് ദ ന്യൂ സ്റ്റുഡൻറ്റ്? പുതിയ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എന്താണ്? ഇവിടെ നിന്ന് താഴേക്ക് വരാനായിട്ട് 1 കുറഞ്ഞിരിക്കുന്നു, ഇവിടെ നിന്ന് താഴേക്ക് വരാനായിട്ട് 1 കൂടിയിരിക്കുന്നു. -1 × 125. അപ്പോൾ -1 × 125 പ്ലസ് 1 × 424, 1 × 484, 424 അല്ല 484. അപ്പോൾ ഇത് -125 എന്ന് കിട്ടും, ഇത് 484 എന്ന് കിട്ടും അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുത്താൽ മതി. ഡിഫറൻസ് എടുക്കുമ്പോൾ ആൻസർ ആവും. അപ്പോൾ ഡിഫറൻസ് 484 -125 ആണ്. 14 ആകുമ്പോൾ 9 വരും. ഇവിടെ 7 7 2 പോകുമ്പോൾ 5 ആണ്. 5 9. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 3 തന്നെയാണ്. 359. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ആവറേജ് മാർക്ക് ഓഫ് 12 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 11. 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 11 ആണ് എന്ന് പറയുന്നു. ആവറേജ് മാർക്ക് ഓഫ് റിമൈനിങ് 8 സ്റ്റുഡൻറ്റ്, 8 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് എന്ന് പറയുന്നു. 18 ആണ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ആവറേജ് മാർക്ക് ഓഫ് ഹോൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഇത് ശരിക്കും ചെയ്യുന്നത് 12 × 11 ചെയ്ത് എഴുതുന്നു, 8 × 18 ചെയ്ത് എഴുതുന്നു, രണ്ടും കൂടെ കൂട്ടുന്നു, എന്നിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നമുക്ക് മറ്റൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ റേഷ്യോ, എന്നിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എന്നിനെ നമ്മളിവിടെ 4 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 2 ഇവിടെ നമുക്ക് 3 എന്നും, ഇവിടെ നമുക്ക് 3 എന്നും, ഇവിടെ നമുക്ക് 2 എന്നും കിട്ടും. എന്നിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മതി? 3 × 11, 3 × 11 പ്ലസ് 2 × 2 × 18 ഡിവൈഡ് ബൈ 3 × 2 5, 3 + 5 2. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് എത്ര കിട്ടും? ഇത് 33 പ്ലസ് 36 ബൈ 5. അപ്പോൾ 33 36 69 അല്ലേ. 69/5, 69/5 എന്ന് പറഞ്ഞാൽ 12 13 വട്ടം, 13 വട്ടവും പിന്നെ ബാക്കി 0.4 8. അപ്പോൾ 13.8 എന്നാണ് വരുന്നത്. യെസ്, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 13.8 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? മെയ് ഡേ ഓഫ് 2025 ഈസ് തേഴ്സ്ഡേ. അപ്പോൾ മെയ് ഡേ എന്ന് പറയുന്നത് 2025 മെയ് മാസം 1-ാം തീയതി എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്ന് പറയുന്നു? അവിടെ തേഴ്സ്ഡേ ആണ് എന്ന് പറയുന്നു. ഓക്കെ, തേഴ്സ്ഡേ ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് തേഴ്സ്ഡേ ആണെന്ന് എഴുതി വെച്ചു. ഇനി 2025 ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ ഒക്ടോബർ 2
ഏത് ദിവസം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ മെയ് 1. അപ്പോൾ നമുക്ക് അറിയാം ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അതേ വർഷത്തിലെ ഡേറ്റ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ മെയ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ദിവസമുണ്ടെന്ന് നോക്കണം. മെയ് എത്ര ദിവസമുണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് 31 ദിവസമുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ളത് 30 ദിവസം. 30 ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 30 ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് ഇനി അങ്ങോട്ട് മെയ്ക്കുള്ളത് 30 ദിവസമാണ്. 30ന് നമുക്ക് എത്ര കൊണ്ട് ഭാഗിക്കാം? 7 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം എടുക്കാം. അപ്പോൾ 30 ശരിക്കും പറയേണ്ടത്, പക്ഷെ നമുക്ക് അവിടെ 2 എഴുതിയാൽ മതി. അപ്പോൾ മെയ് കഴിഞ്ഞു, ഏപ്രിൽ, മെയ് കഴിഞ്ഞിട്ട് അടുത്തത് ജൂൺ. നോക്കൂ, ജൂൺ എന്ന് പറയുന്നത് 30 ദിവസം, അവിടെ നമ്മൾ 2 എഴുതും. അത് കഴിഞ്ഞ് ജൂലൈ എണ്ണി നോക്കൂ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 31 ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് 3 എഴുതും. ജൂലൈ, ഓഗസ്റ്റ് 31 ദിവസമാണ്, 3 എഴുതും. എന്തുകൊണ്ടാണ്? 7 കൊണ്ട് ഭാഗിച്ചിട്ടുള്ള ശിഷ്ടമാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓഗസ്റ്റ് 31 ദിവസത്തിന് 3 എഴുതി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആണ്, സെപ്റ്റംബറിന് 2 എഴുതാം. അത് കഴിഞ്ഞ് ഒക്ടോബർ. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഒക്ടോബർ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? 2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 7 കൊണ്ട് ഭാഗിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് 7 വിധം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. 3ഉം 2ഉം 5, 7 എന്ത് ചെയ്തു? ഇത്രയും ക്യാൻസലായിപ്പോയി. ഇനിയുള്ളത് 3ഉം 2ഉം 5, 7 ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ശിഷ്ടം, ഇവിടെ വരേണ്ട റിമൈൻഡർ ആക്ച്വലി എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കിവിടെ വരേണ്ട ശിഷ്ടം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 എങ്കിൽ തേഴ്സ്ഡേ പ്ലസ് 0 എന്ത് തന്നെയായിരിക്കും? ഓപ്ഷൻ എ തേഴ്സ്ഡേ തന്നെയായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ 51, 85, 153, 189, 289. ഇതിനകത്ത് ഓഡ് 1 ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, 51, 85, 280 ആ നമ്പറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നോക്കിക്കേ. ഇപ്പോൾ 17നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 51 വരും. 17നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 51 വരും. അടുത്തത് 17നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 6 അല്ല 7, 8, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 17നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 153 വരും. 17നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 289 വരും. അപ്പോൾ ഈ 189 വരില്ല കേട്ടോ. 189 അവിടുത്തെ ഓഡ് 1. ബാക്കി എല്ലാം 17ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കേട്ടോ. 17നെ എന്ത് ചെയ്യണം? 17ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ പ്രകാരം അടുത്തത് വരുന്നത് ആരാണെന്നുള്ളതാണ്. ഇതിൽ 3 വരെ ഉണ്ട്, ഇതിൽ 3 വരെ ഉണ്ട്. തൊട്ടടുത്ത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഈ സൈഡിലേക്ക് നമുക്ക് ഈ സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സാധനത്തിൽ നിന്ന് ഒരെണ്ണം മിസ്സായി. അത് കഴിഞ്ഞ് അപ്പോൾ ആദ്യം ലെഫ്റ്റ്, അത് കഴിഞ്ഞ് റൈറ്റ്. അപ്പോൾ വീണ്ടും അടുത്തത് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? ലെഫ്റ്റിൽ 1 വരെയും റൈറ്റിൽ 2 വരെയും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, 1 വരെയും 2 വരെയും കറക്റ്റ് തന്നെ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നല്ലൊരു പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of 2 numbers is 3:4 and their LCM is 120. ഇവിടെ 2 നമ്പർ ഉണ്ട്. 2 നമ്പർ നമ്പർ 1ഉം നമ്പർ 2ഉം ഇവിടെ അവരുടെ റേഷ്യോ 3:4 എന്ന് തന്നിരിക്കുന്നു. അതിൻ്റെ LCM നമുക്ക് തന്നിരിക്കുന്നത് 120 എന്നാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ നമ്പറിനെയും കണ്ടുപിടിക്കണം, രണ്ടാമത്തെ നമ്പറിനെയും കണ്ടുപിടിക്കണം. എടാ, ഒന്നാമത്തെ നമ്പറിനെ കണ്ടുപിടിക്കാൻ 120 ഡിവൈഡ് ബൈ ആ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 40 ഒന്നാമത്തെ നമ്പർ എന്നും, രണ്ടാമത്തെ നമ്പർ 120 ഡിവൈഡ് ബൈ നമ്മൾ 4 ചെയ്താൽ മതി. നമുക്ക് രണ്ടാമത്തെ നമ്പർ 30 എന്നും കിട്ടും. അപ്പോൾ 40യും 30യും ആണ് നമ്മളെ നമ്പേഴ്സ്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ സം ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
എ നമ്പർ വെൻ ഇൻക്രീസ്ഡ് ബൈ 12% ഇറ്റ് ഗീവ്സ് 224 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ഒരു നമ്പർ ഉണ്ടായിരുന്നു. നമ്പർ എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്? 100%. അതിൽ 12% ഇൻക്രീസ് ചെയ്തു. 12% ഇൻക്രീസ് ചെയ്തപ്പോൾ അത് 224 ആയി എന്ന് പറയുന്നു. അപ്പോൾ 112% ആണ് 224 എന്ന് മനസ്സിലായി. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ എന്താണെന്നുള്ളതാണ്. നമ്പർ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 100 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 112നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 224. അപ്പോൾ 100നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 ആണ് വരേണ്ടത്. ഓപ്ഷൻ ഏതാണ്? നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 200 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സീക്വൻസ് ഓഫ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അറേഞ്ച് ചെയ്യണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൃത്യമായ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ഇറ്റ് ഷോസ് 10:10 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 10:10 ആണല്ലേ. നോക്കാം. 10:10 ആണെങ്കിൽ 10:10 നോക്കാം. 10:10. അപ്പോൾ 10:10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 12, 1, 2, 11, 10. 10:10 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൂചി വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ സൂചി വരുന്നത്. അപ്പോൾ എത്ര വരും? 1, 2, 3, 4. 4 ആകുമ്പോൾ 30 × 4 120 എഴുതി. പക്ഷെ തീർന്നില്ലല്ലോ. ഇനിയുണ്ട്. എന്താണ് ഇനി എന്താണ് നമ്മൾ സ്റ്റെപ്പ്? 10:10 എന്ന് പറയുമ്പോൾ സൂചി ഏകദേശം എന്ത് ചെയ്യും? കുറച്ച് ഇങ്ങോട്ട് വരും അല്ലേ. ഇവിടെ കോണ് ചെറുതാവും. 10:10 ആണ് നമ്മുടെ സമയം. ഇപ്പോൾ കോണ് ചെറുതാകുമ്പോൾ മിനിറ്റിൻ്റെ പകുതി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 5 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 115 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് ഒരു ആൽഫബറ്റ് സീരീസ് ആണ്. ആൽഫബറ്റ് സീരീസ് ചെയ്യാൻ നമുക്കറിയാം. നമുക്ക് അത്യാവശ്യം ഒരു ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും തുടക്കം എം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. അടുത്തത് RVZD. അപ്പോൾ ആറുണ്ട്. അത് കഴിഞ്ഞ് വി 6 കഴിഞ്ഞ് 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് വി എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് ഇസഡ് എടുത്തിരിക്കുന്നു. അടുത്ത 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് ഡി ആണ് എടുക്കേണ്ടത്. ഡി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്ത 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് എച്ച് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എച്ച് ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അടുത്തത് വീണ്ടും M6 കഴിഞ്ഞു. അടുത്തത് എന്നിന് വി ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിന് കൊടുത്തിരിക്കുന്നത് വി 1, 2, 3, 4, 5, 6, 7, 8. 8 ലെറ്ററാണ്. 8ാമത്തെ ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ലെറ്റർ. 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ ലെറ്റർ ഡി ആണ്. ഡി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വീണ്ടും നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 8ാമത്തെ ലെറ്റർ എല്ല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8. ടി ആണ് വരേണ്ടത്. ടി ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ലാസ്റ്റ് ഓപ്ഷനും കൂടി നമ്മൾ നോക്കിയാൽ മതി. GS. ജിക്ക് എഴുതിയിരിക്കുന്നത് എസ് ആണ് എടുത്തിരിക്കുന്നത്. ജിക്ക് എസ് ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12ാമത്തെ ലെറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ക്യൂ ആണ് വന്നിരിക്കുന്നത്. കറക്റ്റ് തന്നെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ സി ആണ് എടുക്കേണ്ടത്. സി ആണെങ്കിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ. അപ്പോൾ നമുക്ക് ഏതാണ്? MHTZ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, if the purchase price of 40 items is equal to the selling price of 50 items എന്ന് പറയുന്നു. 50 എണ്ണം വാങ്ങുന്ന പൈസ 40 എണ്ണം വാങ്ങുന്ന പൈസ 40 എണ്ണത്തിൻ്റെ CP ഈക്വൽ ടു എന്ന് പറയുന്നു 50 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് 50യുടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് SP. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ലോസ്? എത്ര പെർസെൻറ്റേജ് ലോസ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനെ CP
ബൈ എസ് പി എന്ന് ആക്കാം. അപ്പോൾ ഇവിടെ 50 ഉണ്ട്, ഇതിനെ എടുത്തിപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ 40 ആവും. ഇനി നമുക്ക് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് 50, സെല്ലിംഗ് പ്രൈസ് 40. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ലോസ് ആണ്. ലോസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത്. ലോസ് പെർസെൻറ്റേജ് എങ്ങനെ എടുക്കും? നഷ്ടശതമാനം. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എടുക്കുന്നത് ലോസ് ബൈ സി പി ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ലോസ് ഇവിടെ എത്രയാണ്? 10 ആണ്. സി പി എന്ന് പറയുന്നത് 50 ആണ്. ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. ആൻസർ 20% ലോസ് എന്നാണ് വരേണ്ടത്. 20% ലോസ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സോൾഡ് അറ്റ് 20 എ വാച്ച് ഈസ് സോൾഡ് അറ്റ് 20% പ്രോഫിറ്റ്. ഒരു വാച്ച് 20% ലാഭത്തിന് വിറ്റു എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സോൾഡ് അറ്റ് 25%, അത് 25% ലാഭത്തിന് വിറ്റിരുന്നു എങ്കിൽ വുഡ് ഹാവ് ബീൻ വർത്ത് ₹200 മോർ, 200 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രൈസ് ഓഫ് ദ വാച്ച്. അപ്പോൾ നോക്കൂ, നമ്മൾ എപ്പോഴും സി പി നമ്മൾ ചെയ്യുന്നത് 100-ലാണ്, കോസ്റ്റ് പ്രൈസ് 100-ലാണ്. ആ വാച്ച് 20% ലാഭത്തിന് വിറ്റ് കഴിഞ്ഞാൽ അത് 120-നായിരിക്കും വിറ്റിട്ടുള്ളത്, 120%-നായിരിക്കും വിറ്റിട്ടുള്ളത്. അതേ സെയിം സാധനം നമ്മൾ എന്തിന് വിൽക്കുന്നു? 25% പ്രോഫിറ്റിന് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 125-ന് വിറ്റു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് 5%. ആ 5% ആണ് 200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആക്ച്വൽ പ്രൈസ് ഓഫ് ദ വാച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100%. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 20-ലോട്ട് വന്നാൽ 4 40. അപ്പോൾ നമുക്ക് 4000 4000 എന്നാണ് കിട്ടുന്നത്. 4000 ആണ് അവിടുത്തെ ശരിക്കുള്ള പ്രൈസ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. യെസ്, അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഉറപ്പായിട്ട് എവിടെ പ്രതീക്ഷിക്കാം? ഇനി വരാൻ നടക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു പാർട്ടുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക, ആത്മാർത്ഥമായിട്ട് തന്നെ പരീക്ഷ എഴുതുക. വീണ്ടും കാണാം. ഗുഡ് ബൈ. ഓൾ ദി വെരി ബെസ്റ്റ്.